എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. കീം 2025 ഏറ്റവും പുതിയ അറിയിപ്പ് ഇന്ന് കീമിൻ്റെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് അറിയിപ്പുകൾ കീം ഒഫീഷ്യൽസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എന്നെ വിളിച്ചാലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കീം 2025 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് പ്രവേശന പരീക്ഷയുടെ നോർമലൈസ്ഡ് സ്കോറാണ് ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കാൻഡിഡേറ്റ് ലോഗിൻ വഴി സ്കോർ പരിശോധിക്കാമെന്നാണ്. പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവരെ മാത്രമേ റാങ്ക് ലിസ്റ്റിനായി പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾ പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയവർക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടുവാനും അതുവഴി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുവാൻ കുറഞ്ഞത് 10 മാർക്ക് നേടിയിരിക്കണം. കുറഞ്ഞത് 10 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുകയുള്ളൂ. നിശ്ചിത സ്കോർ ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിക്കുന്നത്. ആ 10 മാർക്ക് പോലും ലഭിക്കാത്ത വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കില്ല. SC/ST വിദ്യാർത്ഥികൾക്ക് നിശ്ചിത മാർക്ക് നിർബന്ധമില്ല. പക്ഷേ കുറഞ്ഞത് ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം എഴുതാത്തവരെ അയോഗ്യരാക്കുന്നതാണ്. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് +2 മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുകൾ മെയ് 21 ശേഷം വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. മാർക്ക് ലിസ്റ്റ് എൻ്റർ ചെയ്ത ശേഷമായിരിക്കും ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. മെയ് മാസം 21 നിങ്ങളുടെ എന്ത് ചെയ്യും, +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കും. അതിനുശേഷം നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആകും. അതിനുശേഷമായിരിക്കും മാർക്ക് ലിസ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷമായിരിക്കും ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്ന് അറിയിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ മൈ നെയിം ഈസ് ഫോളോ ഓഫ് സ്ക്രൈബ് ഫോർ ദ ഗൈഡ് ടൈം ഫോർ വാച്ചിങ്. ബൈ.